الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ പരിഗണിക്കുന്നത് അയാളുടെ വിശ്വാസം പരിഗണിച്ചുകൊണ്ടാണ്. അയാൾ ചെയ്യുന്ന അമലുകൾ, അയാളുടെ മറ്റ് നന്മകൾ, ഇതെല്ലാം പരിഗണിക്കപ്പെടുക അയാളുടെ അഖീദ എന്ത് എന്ന് നോക്കിയതിനു ശേഷം മാത്രം. അവരുടെ വിശ്വാസമായിരിക്കണം ഒരു അടിമയുടെ പ്രധാനപ്പെട്ട പരമപ്രധാനമായ വിഷയം, അമലുകളല്ല. ഇനി അമലുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ തന്നെ വിശ്വാസിയാണെങ്കിൽ അയാൾക്ക് നാളെ ആഖിറത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. കുന്നോളം അമൽ ചെയ്യുന്നു, മലയോളം അമൽ ചെയ്യുന്നു, പക്ഷെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ എന്താണെന്ന് അറിയില്ല, അതിനനുസരിച്ച് ജീവിക്കുന്നില്ല. അയാളുടെ അമലുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ വെറും പൊടികളാണ്, വിതറപ്പെട്ട പൊടികളെ പോലെ. وقدمنا إلى ما عملوا من عمل وجعلناه هباء منثورا. എന്റെ അടുക്കലേക്ക് അവര് വരിക, ഒരുപാട് അമലുണ്ടായിരിക്കും. നിസ്കാരം തൊട്ട് അങ്ങോട്ട് പറയപ്പെടാൻ പറ്റുന്ന നന്മകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ അവരുടെ അഖീദ തെറ്റിയത് കൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ പോരായ്മയോ പോറലോ ഉള്ളത് കൊണ്ട് അവരുടെ അമലുകൾ നാം പൊടികളാക്കി മാറ്റി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസത്തിന്റെ കാര്യത്തിൽ 13 കൊല്ലക്കാലം സഹാബാക്കൾക്ക് അധ്യാപനം നടത്തി. മക്കത്തുണ്ടായിരുന്ന 13 കൊല്ലം അമലുകളുടെ ചർച്ചയില്ല, അമലുകളിലേക്കുള്ള തർഹീബ് വരെയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പഠിപ്പിച്ചു 13 കൊല്ലം. അപ്പൊ അതിനെപ്പറ്റി പഠിക്കുക, അത് അറിയുക, അതറിയാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക, അതൊക്കെ ഒരു മുഅ്മിനായ അടിമയുടെ ഈമാന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. അത് അവഗണിക്കുക എന്നുള്ളത് അപകടത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസമായാലും അമലുകളായാലും അവനവരുടെ ഈമാനിന്റെയും അമലിന്റെയും തോതനുസരിച്ചാണ് ഖബൂൽ ചെയ്യുക. മൊത്തത്തിൽ എല്ലാവരെയും ഒറ്റടിക്കാൻ സ്വീകരിക്കലല്ല. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, ഇന്നൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി കാനത് ലഹും ജന്നാത്ത്. ഈമാനും അമലുസ് സാലിഹാത്തും ഉള്ളവർ കാനത് ലഹും അവർക്കുണ്ട് ജന്നാത്ത്, സ്വർഗ്ഗങ്ങളുണ്ട്. മുഫസ്സിറുകൾ തഫ്സീർ പറഞ്ഞു, ജന്നാത്ത് എന്നത് ജന്നത്തുൻ എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ്. അല്ലാഹു സ്വർഗ്ഗങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്, ഒറ്റ സ്വർഗ്ഗമല്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ബഹുവചന രൂപത്തിൽ പറഞ്ഞത്? ഈമാനും അമലും എല്ലാവരുടെയും ഒരുപോലെ പരിഗണിക്കപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെയല്ല. ഓരോരുത്തരുടെയും ഈമാനും അമലും അതാതിന്റെ തോതനുസരിച്ച് പരിഗണിച്ച് അതിനനുസരിച്ചുള്ള സ്വർഗങ്ങൾ വ്യത്യസ്ത രീതിയിൽ പലർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഒന്നല്ല. അതിനുശേഷം പറഞ്ഞു ഫിർദൗസ്, അതിനേറ്റവും ടോപ്പ് ലെവലിൽ ഈമാനും അമലും സാലിഹും ആർക്കുണ്ടോ അവർക്കുള്ളതാണ് ജന്നത്തുൽ ഫിർദൗസ് നുസുലൻ. അത് അല്ലാഹു അടിമക്ക് നൽകുന്ന സൽക്കാരമാണ്. അപ്പൊ അത് അങ്ങനെ ആക്കി ശ്രമിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ കടമയാണ്. അതിനാവശ്യം ഇൽമാണ്, അഖീദയുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇൽമാണ്. ഇൽമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കേട്ടറിവല്ല. നമ്മൾ അങ്ങനെയാണ് കാലാകാലമായി കേട്ടു വന്നത് എന്നത് ഇൽമല്ല. നാട്ടു നടപ്പ്, നാട്ടാചാരങ്ങള്, പഴമ, ഇതൊന്നും ഇൽമല്ല. ഇൽമിന്റെ സ്രോതസ് ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ്, അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടക്കം മുമ്പ്
മുമ്പ് വന്ന പ്രവാചകന്മാരിൽ പല പ്രവാചകന്മാരുടെയും ജനത ആ പ്രവാചകന്മാരുടെ വാക്കുകളെ സ്വീകരിക്കാതെ പ്രവാചകന്മാരോട് എതിര് പറയാൻ വേണ്ടി ഉപയോഗിച്ചൊരു പദപ്രയോഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തിട്ടും ബിംബങ്ങളുടെ മുന്നിൽ പോയിട്ട് ചോദിക്കുന്നു. അവര് പറഞ്ഞു, നമ്മളെ പിതാമഹന്മാരെ ഇങ്ങനെയാണ് കണ്ടത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു വരുന്നു. ആ കാണൽ അതിന്റെ പേരല്ല ഇൽമ്. ശരിക്കുള്ള ഇൽമ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന നബി വഹയിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഓതിക്കൊടുക്കുന്നതാണ് ഇൽമ്. പക്ഷെ അവർ അതിനെ മാറ്റിയിട്ട് പണ്ടേ ഉള്ളവർ സ്വീകരിച്ചു. അള്ളാഹു അതിനെ ആക്ഷേപിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا. അവരോട് നിങ്ങൾക്ക് അല്ലാഹു ഇറക്കി തന്നതിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ആ ഇറക്കി തന്നത് എന്താ? വഹ്യാൻ ശരീഫാൻ ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ്. ഇത് അല്ലാഹു ഇറക്കി തന്നത്. അവർ പറയും മുമ്പുണ്ട് നമുക്ക് മതി, ഇപ്പൊ ഇറങ്ങി നമുക്ക് വേണ്ട. وإذا قيل لهم اتبعوا ما أنزل الله. ഇനി അവരോട് നിങ്ങൾ അല്ലാഹു ഇറക്കിയതിനെ പിൻപറ്റൂ എന്ന് പറഞ്ഞാലോ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ. അവർ പറയും നമ്മളെ പിതാമഹന്മാരെ ഏതിനാണോ കണ്ടത് അതിനെ പിൻപറ്റിക്കോളാം, പുതിയതൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ അല്ലാഹു ആക്ഷേപിച്ചു പറയാണ്. കാരണം അത് ഇൽമല്ല, നാട്ടിലുറപ്പ് പറഞ്ഞു കേട്ട് വന്നത്, ആചാരങ്ങള്, പഴമ, അതിനൊന്നും ഇൽമ് എന്ന് പറയാൻ പറ്റില്ല. ഇൽമ് ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഇൽമുള്ളവരെ പ്രത്യേകം എടുത്തു പറഞ്ഞ് അവർക്ക് വലിയ ദറജകളുണ്ടെന്ന് പറയാൻ കാരണം. ഇൽമ് രണ്ട് തരത്തിലുണ്ട്, ദുനിയവിയ ഉഖ്റവിയ. ദുനിയാവിന്റെ ഇൽമുണ്ട്, ആഖിറത്തിന്റെ ഇൽമുണ്ട്. രണ്ടും പഠിക്കാം, തെറ്റൊന്നുമില്ല. ദുനിയാവിന്റെ ഇൽമു പഠിക്കാൻ പാടില്ല ഒന്നുമില്ല. ദുനിയാവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി പൈസ ചെലവാക്കിയാലും കൂടിയിട്ടും, കാരണം അത് റിസ്കിന്റെ സബബുകളിൽപ്പെട്ടതാണ്. ഒരാളുടെ ജോലി, നല്ല ശമ്പളം, അതിലൂടെ ഉണ്ടാവുന്ന വിശാലമായ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു സബബാണ് ദുനിയാവിന്റെ ഇൽമ്. ഏത് ഡിഗ്രി വരെയും പഠിക്കാം, എത്ര വലിയ കോളേജിൽ പോയിട്ട് പഠിക്കാം, എത്രയും പൈസ ചെലവാക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഇൽമു കൊണ്ട് നൽകപ്പെടുന്ന ശറഫ്, ആദരവ്, ബഹുമാനം ദുനിയാവിന് മാത്രം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദമിന്റെ ബഹുമതിയായി, ഇക്റാമായി അല്ലാഹു എടുത്തു പറഞ്ഞതിൽ ഒന്ന് ഇൽമാണ്. വഅല്ലമ ആദമ അൽ അസ്മാഅ കുല്ലഹ. അല്ലാഹു ആദമിന് കൊടുത്ത ഇൽമ് ബനു ആദമിന് ശറഫാണ്, മഹത്വമാണ്, ആദരവാണ്. അവ ദുനിയാവിന്റെ ഇൽമാണെങ്കിൽ ദുനിയാവിന് ആദരവാണ്. എന്നാൽ ഉഖ്റവിയായതാണെങ്കിൽ, വിശ്വാസവുമായി ബന്ധപ്പെട്ട, കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട, ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഇൽമാണെങ്കിൽ അതിന്റെ ശറഫ്, ബഹുമാനം, ആദരവ് ദുനിയാവിനുണ്ട്, നാളെ ആഖിറത്തിലും. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഈമാനുള്ളവരെയും ഇൽമുള്ളവരെയും അല്ലാഹു ഉയർത്തും. കാരണം ഇൽമു കിട്ടുന്നതിനനുസരിച്ച് കൊണ്ട് ദീൻ മാറും. ദീമാൻ എന്ന് പറഞ്ഞാൽ ദീനിയായിട്ടുള്ള ജീവിതത്തിന് അതിൻ്റെതായ മാറ്റങ്ങൾ കാണാൻ കഴിയും. കാരണം ഇൽമൊരു പരിചയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം ഫജ്റിനും അതേപോലെ മഗ്രിബിന് ശേഷം പറയാൻ വേണ്ടി പഠിപ്പിച്ച 3 പ്രാർത്ഥനകളിൽ ഒറ്റ ദുആ, അത് 3 കാര്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. അതൊരു ദിവസം തുടങ്ങുമ്പോൾ പ്രഭാതത്തിന് പറയാൻ പഠിപ്പിക്കപ്പെട്ട ദുആയാണ്. അതിലൊന്ന് ഇൽമുൻ നാഫിഅ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പിന്നെ കച്ചവടത്തിന് പോവാൻ, റിസ്കിന്റെ പണിക്ക് പോവാൻ. അപ്പൊ റിസ്ക് കൊണ്ട് പോലും തുടങ്ങാതെ ദുആ തുടങ്ങിയത് നാഫിഅയ ഇൽമു വേണമെന്ന് ചോദിച്ചിട്ടാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ. അത്ര പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ ഇൽമിന്.
മറ്റെന്തിനേക്കാൾ, അതായത് നമ്മുടെ നിത്യജീവിതത്തിലെ ആവശ്യങ്ങളെക്കാൾ അധികം പ്രാധാന്യം ഒരു വിശ്വാസിക്ക് ഇൽമാണ്. എവിടെയുണ്ട് എങ്ങനത്തെ ഒരു മാനസികാവസ്ഥ? അവിടെ തുടക്കത്തിൽ തന്നെ ഇൽമ ചോദിക്കാൻ പറഞ്ഞു. വേറൊരു കാര്യമുണ്ട്, ആ പറയപ്പെട്ട 3 വാക്കുകളും പരസ്പരം കണക്റ്റഡ് ആണ്. അതെന്തുകൊണ്ടെന്നറിയോ? ആദ്യം ചോദിക്കുന്നത് നാഫിയായ ഇൽമാണ്, അതായത് ഉപകാരപ്രദമായ ഇൽമ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതിനുശേഷം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ജീവനോപാധികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം റിസ്ക് എന്നാ പറയുക. അത് ത്വയ്യിബായിരിക്കണം. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ ഹലാലായിരിക്കണം, ഹറാമിൻ്റെതായിക്കൂടാ. ചതിച്ച്, പറ്റിച്ച്, വഞ്ചിച്ച്, പിടിച്ചു പറിച്ച്, കള്ളസത്യങ്ങൾ ചെയ്ത്, കളവുകൾ നടത്തി, അതല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ട് ഹറാമിന്റെ വഴിയിൽ സമ്പാദിക്കുന്നതൊന്നും ത്വയ്യിബിൽപ്പെട്ടതല്ല. എങ്കിൽ അങ്ങനെ ഹറാമുകളൊന്നുമില്ലാതെ റിസ്ക് ത്വയ്യിബാവാൻ ഒരു വിശ്വാസിക്ക് ആവശ്യം എന്താ അറിയോ? ആദ്യം ചോദിച്ചേ അവരുടെ മേഖലയിലുള്ള പരിശ്രമം ഏതിലാണോ അതിനെപ്പറ്റി ശരീഅത്തിന്റെ നിയമം എന്ത് എന്ന് അറിഞ്ഞാലേ റിസ്കിനെ ത്വയ്യിബാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കളവിന്റെ കൂട്ടത്തിൽ വരും, അതിന്റെ കൂട്ടത്തിൽ ഹറാമായത് വരും, പിന്നെ ത്വയ്യിബാവില്ല. ത്വയ്യിബല്ലാത്തത് പരിശുദ്ധമായതല്ലാണ്ട് അല്ലാഹു സ്വീകരിക്കില്ല. മൂന്നാമത്തേതോ സ്വീകരിക്കപ്പെടുന്ന അമലും ഞാൻ നിന്നോട് ചോദിക്കും. എപ്പോഴാണ് അമല് സ്വീകരിക്കപ്പെടുക? അവന്റെ റിസ്ക് ത്വയ്യിബായാൽ. ഇത് 3 കണക്റ്റഡാണ്. നാഫിയായ ഇൽമു വേണം. എന്തിന്? റിസ്ക് ഹലാലാവാൻ, ത്വയ്യിബാവാൻ. കാരണം നിയമങ്ങൾ അറിയണം. റിസ്ക് ത്വയ്യിബായാൽ അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടും. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിമനോഹരമായി അതിനെ ഉപമിച്ച് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു, റജുലുൻ അശ്അസ അഗ്ബർ, ശരീരമാസകലൊക്കെ പൊടി പിടിച്ച് താടിയും മുടിയൊക്കെ ജട പിടിച്ച ഒരു യാത്രക്കാരൻ. യുതീലു സഫർ, ദീർഘദൂര യാത്രക്കാരൻ. യമുദ്ദു യദൈഹി ഇല സമാ, 2 കൈകളും അവൻ ആകാശത്തേക്ക് ഉയർത്തുന്നുണ്ട്. വയഖൂലു യാ റബ്ബ് യാ റബ്ബ്, എന്നിട്ട് ആ യാത്രക്കാരൻ റബ്ബേ എന്ന് വിളിച്ചിട്ടാണ് യാത്ര. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല 40 നബവിയുടെ ശറഹിൽ ഈ ഹദീസിൽ പറഞ്ഞു, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ യാത്രക്കാരന്റെ ദുആ ഖബൂലാവാനുള്ള 3-4 സബബുകൾ ചേർന്ന് വന്നിട്ടുണ്ട്. ഒന്ന്, യാത്രക്കാരനാണ്, മുസാഫിറാണ്, മുസാഫിറിന്റെ ദുആ ഖബൂലാവും. രണ്ടാമത്തേത് ക്ലേശകരമായ യാത്ര ചെയ്യുന്നതാണ്, യുതീലു സഫർ, ദീർഘദൂര അന്നത്തെ ബുദ്ധിമുട്ട് പ്രയാസമുള്ള യാത്രക്കാരൻ, കുറച്ചുകൂടി ഖബൂലാവാൻ ചാൻസ്. 3, യമുദ്ദു യദൈഹി ഇല സമാ, ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യൽ ഖബൂലിയത്തിനുള്ള സബബാണ്. 4-മത്തേത് യാ റബ്ബ് എന്നാണ് അവൻ വിളിക്കുന്നത്. ദുആ ചെയ്യുമ്പോൾ യാ അല്ലാഹ് എന്ന് വിളിക്കുന്നതിനേക്കാളും പവറാണ് യാ റബ്ബ് എന്ന് വിളിക്കുന്നത്. ഇത് 4 ഒരാളെ ദുആ ഖബൂലാവാനുള്ള സബബിൽപ്പെട്ടതാണ്, കാരണങ്ങളിൽപ്പെട്ടതാണ്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഅമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. ഒന്ന്, വമശ്റബുഹു ഹറാം, കുടിച്ച വെള്ളവും ഹറാമാണ്. വമൽബസുഹു ഹറാം, ധരിച്ച വസ്ത്രവും ഹറാമല്ല. എന്തുകൊണ്ട്? അതെല്ലാം സമ്പാദിച്ചത് ഈ പറഞ്ഞ അനുവദിക്കപ്പെടാത്ത വഴിയിലൂടെ ആയിരിക്കും. എന്നല്ല, അവൻ വളർത്തപ്പെട്ടത് അവൻ വളർത്തപ്പെട്ടത് ഹറാമിലായിട്ടാണ്. എന്ന് വെച്ചാൽ ഓന്റെ റിസ്ക് ത്വയ്യിബല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവന് എവിടെ ഉത്തരം കിട്ടാൻ? റിസ്ക് ത്വയ്യിബല്ലാത്തവന്റെ അമല് തലമുകളിൽ പൊങ്ങിക്കിടക്കും എന്നല്ലാതെ അതിന്റെ മുകളിലേക്ക് പോകില്ല. അതുകൊണ്ട് ഏത് വിഷയത്തിനും ഇൽമിനോടൊരു താല്പര്യം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, പ്രത്യേകിച്ചും വിശ്വാസപരമായ കാര്യത്തിൽ. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അഖീദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കിതാബുകൾ രചിച്ച് പിൽക്കാലത്ത് വരുന്ന മുഅ്മിനീങ്ങൾക്ക് ഒരു വലിയ സ്വത്തായി കൈമാറിയിട്ട് പോയത്.
അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ചെറിയ കിതാബാണെങ്കിലും അതിഭയങ്കരമായ വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു. കാരണം ഈമാനാണ് മെയിൻ, തൗഹീദാണ് അസ്ല്, വേര്. അതിലെന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ബാക്കിയൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളതല്ല. അതാ ചെയ്തത് ആരാണെങ്കിലും ശരി. നമ്മളുടെ കണ്ണിന് നമുക്കിടയിൽ ആ മനുഷ്യൻ അതിഭയങ്കരമായിരിക്കും, നന്മയും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മനുഷ്യൻ, ആളുകൾക്കിടയിൽ മുത്തുപോലത്തെ മനുഷ്യൻ, എല്ലാ മേഖലയിലും അയാൾ നമ്പർ 1. ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അയാൾക്ക് പോറൽ സംഭവിച്ചിട്ടുണ്ട്. അയാൾക്ക് അർത്ഥം അറിയില്ല, അതിന്റെ ഉള്ളടക്കം അറിയില്ല. അയാൾ അല്ലാഹുവിന്റെ കൊടുത്ത കരാറ് പൂർത്തിയാക്കുന്നവനല്ല. അത് മാത്രമായി പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ആ മുത്തുപോലത്തെ മനുഷ്യൻ ഏറ്റവും വലിയ നീചനാണ്. ആ അർത്ഥം ചെയ്ത ആളാണ്, ചെറിയ അക്രമം ചെയ്ത ആളല്ല. ചിലപ്പോൾ അതിനപ്പുറത്തിന് വ്യഭിചാരി ഉണ്ടാവും, പലിശക്കാരനുണ്ടാവും, കള്ളുകുടിയനുണ്ടാവും, മയക്കുമരുന്നിൽ നിയമപ്പെട്ട തോന്നിവാസി ഉണ്ടാവും, വൃത്തികെട്ടവരുണ്ടാവും. അവരെക്കാളെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീചൻ പുണ്യങ്ങൾ മാത്രം ചെയ്ത, എന്നാൽ തൗഹീദ് ബാത്തിലായ ഈ നല്ല മനുഷ്യൻ. ഇത്ര അപകടമാണ് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിച്ച് അത് പഠിക്കാൻ മെനക്കെട്ട് അതിന്റെ പിറകിൽ സമയം ചെലവാക്കി അതൊന്നും ഒരു നഷ്ടക്കച്ചവടമല്ല. ശരിക്കും പറഞ്ഞാല് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാൽ തിരക്കുകള് ഒരു തടസ്സമാവരുത്. നമ്മൾ സാധാരണ ഈ ക്ലാസുകൾ പോലെയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് തടസ്സമാവല്? തിരക്ക് തടസ്സമാവല്. നമ്മുടെ നഫ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് തിരക്ക് വേറെ ഉണ്ടാവാറില്ല. കല്യാണത്തിന് പോകാൻ നിന്നിട്ട് കുറച്ച് തിരക്കിലായി അതുകൊണ്ടാവരാത്തതാരും പറയുന്നില്ല. മോള് പ്രസവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, കുഞ്ഞിനെ കാണാൻ വേണ്ടി ഉപ്പ പോയില്ല, കുറച്ച് തിരക്കായി പോയി മോളെ, അതുകൊണ്ട് ഞാൻ കാണാൻ പറ്റുന്നത് ആരും പറയുന്നില്ല. അയൽവാസിന്റെ വീട്ടിൽ കുടിയനാണ്, കുടിയൻ തന്നെ പറയുന്നത് പാലുകാശി, തിരക്കാന്ന് പറഞ്ഞാൽ പോകാനില്ല. എന്നാൽ ദർസിന്റെ ഹദീസിന്റെ ക്ലാസുണ്ട്, ഖുർആൻ ക്ലാസുണ്ട്, അഖീദയുടെ ക്ലാസുണ്ട്, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അതെല്ലാവർക്കും ഉണ്ട് തന്നെ. അതെന്തുകൊണ്ടറിയോ? ഹിർസില്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞ പോലെ അഖീ ലൻ തനാല ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ ദകാഉൻ വഹിർസുൻ. ഇൽമ വേണമെങ്കിൽ ആഗ്രഹം വേണം. ഇൽമ ഒരിക്കലും നമ്മളെ തേടി ഇങ്ങോട്ട് വരൂല, ഒരിക്കലും ഇങ്ങോട്ട് വരൂല. നമ്മൾ അതിന്റെ ബാക്കിൽ ഓടണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി നൽകി. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ അത്രത്തോളം ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷ്മത കാണിക്കേണ്ടതാണ് എന്നതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നവാഖിദുൽ ഇസ്ലാം എന്ന പേരിൽ ഷഹാദത്ത് ബാത്തിലാവുന്ന അല്ലെങ്കിൽ ഒരു അടിമ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോകുന്ന 10 കാര്യങ്ങളെ ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിൽ കിതാബാക്കി തന്നു. ഈ കിതാബ് അല്ലെങ്കിൽ ഈ കാര്യങ്ങള് നമ്മൾ അറിയേണ്ടതാണ് എന്ന് ഊന്നി പറഞ്ഞാൽ ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലാണ്. അദ്ദേഹം പറഞ്ഞു, കാന الناس يسألون رسول الله صلى الله عليه وسلم عن الخير. സാധാരണ ആൾക്കാർ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മകളെ പറ്റിയാണ് ചോദിക്കാറുള്ളത്, നന്മകൾ ചെയ്യാനുള്ള ആശയമുള്ളതുകൊണ്ട്. എന്നാലോ വകുന്തു അസ്അലുഹു അനിശ്ശർ, ഞാൻ ചോദിക്കാറുണ്ടായിരുന്നത് ഷർറുകളെ സംബന്ധിച്ചായിരുന്നു. എന്തിന്? മഖാഫത അൻ യുദ്രികനി, അതെന്നെ ബാധിച്ചു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട്. എല്ലാരും ഖൈറിനെ ചോദിക്കുമ്പോൾ ഞാൻ ഷർറുകളല്ലാതെ ചോദിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഖൈറുകൾ കുറഞ്ഞു പോയാലും ഷർറിൽ പെട്ടുപോയിട്ടില്ലെങ്കിൽ സുരക്ഷിതനാണ്. ഷർറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷർറ് ശിർക്കാണ്. ഖൈറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഖൈർ തൗഹീദാണ്. അപ്പൊ ഞാൻ അതിൽപ്പെട്ട് പോവണ്ടെന്ന് പേടിച്ചിട്ട്
അത് ഏതാന്ന് അറിഞ്ഞു വെക്കാൻ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. എങ്കിൽ മുവഹിദായി വിശ്വാസം ക്ലിയർ ആക്കി മരിക്കുന്നവരെ ജീവിക്കണമെന്ന് കൊതിയുള്ള സത്യവിശ്വാസി ആ ഷഹാദത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കലിമത്തിൽ നിന്ന് പുറത്തു പോയി പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നറിഞ്ഞു വെക്കൽ അനിവാര്യമാണ്. അതിൽപ്പെട്ടു പോവാതിരിക്കാൻ, അതിലേതെങ്കിലും ഒന്ന് സംഭവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായി പുറത്തു പോവാതിരിക്കാൻ. രണ്ടാമത്തെ കാര്യം, തൗഹീദ് അത്ര പ്രാധാന്യമുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മനുഷ്യർക്ക് നൽകുന്ന അവാമിറിൽ, അല്ലാഹുവിന്റെ കൽപ്പനകളിൽ ആദ്യത്തെ അംർ തൗഹീദ്, നിസ്കാരമല്ല. അതുകൊണ്ടല്ലേ ദഅവത്ത് എന്ന് പറഞ്ഞാൽ, ദഅവത്ത് എന്ന് പറയുന്നത് തന്നെ അഖീദയിലേക്ക് വിളിക്കുന്നതിനാണ്, നിസ്കാരത്തിലേക്ക് വിളിക്കുന്നതിനല്ല. വിശ്വാസത്തിലേക്ക് വിളിക്കുന്നതിനാണ് ദഅവത്ത് എന്ന് പറയാം. വിശ്വാസിയായി കഴിഞ്ഞവനാണ് നിസ്കരിക്കുന്നത്. അല്ലാണ്ട് അതിൽ നിന്ന് വിളിച്ച് നിസ്കരിപ്പിക്കല് ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിൽപ്പെട്ടതല്ല. അല്ലാഹുവിന്റെ ആദ്യത്തെ അംർ നിങ്ങൾ 5 നേരം നിസ്കരിക്കണം എന്നല്ല, മറിച്ച് യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആദ്യത്തെ അംർ. പരിശുദ്ധ ഖുർആനിൽ 4 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് അവാമിർ, രണ്ടാമത്തേത് നവാഹി, മൂന്നാമത്തേത് അഖ്ബാർ, നാലാമത്തേത് അഹ്കാം. ഒന്ന് അവാമിർ, കൽപ്പനകൾ, അല്ലാഹുവിന്റെ അടിമകൾക്കുള്ള നിർദ്ദേശങ്ങൾ. രണ്ടാമത്തേത് നവാഹി, നിരോധനാജ്ഞകൾ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ. മൂന്നാമത്തേത് അഖ്ബാറുകൾ, കഴിഞ്ഞു പോയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ. നാലാമത്തേത് അഹ്കാമുകൾ. നാലാമത്തേതാണ് അഹ്കാം. നിസ്കാരം പോലെ, ഹജ്ജ് പോലെ, സക്കാത്ത് പോലെ, നോമ്പ് പോലെ, കല്യാണം പോലെ, തലാഖ് പോലെ അതുമായി ബന്ധപ്പെട്ട ശർഈയായ കാര്യങ്ങൾ. ആദ്യത്തേത് അവാമിറാണ്. ഈ അംറുകളിൽ, കൽപ്പനകളിൽ ഒന്ന് ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ആ ഒന്നാമത്തെ കൽപ്പന നിറവേറുന്നവന്റെ പേരാണ് മുഅ്മിൻ. അതാണ് ആദ്യം ആവേണ്ടത്. ആദ്യത്തെ നഹിയോ ഫലാ തജഅലൂ ലില്ലാഹി അദ്ദാദൻ വഅൻതും തഅലമൂൻ. ആ ആയത്തിൽ അല്ലാഹു അവസാനിപ്പിക്കുന്നത് പറഞ്ഞില്ല, ഫലാ തജഅലൂ ലില്ലാഹി. ഒന്ന് അവാമിർ, കൽപ്പനകൾ, അല്ലാഹുവിന്റെ അടിമകൾക്കുള്ള നിർദ്ദേശങ്ങൾ. രണ്ടാമത്തേത് നവാഹി, നിരോധനാജ്ഞകൾ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ. മൂന്നാമത്തേത് അഖ്ബാറുകൾ, കഴിഞ്ഞു പോയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ. നാലാമത്തേത് അഹ്കാമുകൾ. നാലാമത്തേതാണ് അഹ്കാം. നിസ്കാരം പോലെ, ഹജ്ജ് പോലെ, സക്കാത്ത് പോലെ, നോമ്പ് പോലെ, കല്യാണം പോലെ, തലാഖ് പോലെ അതുമായി ബന്ധപ്പെട്ട ശർഈയായ കാര്യങ്ങൾ. ആദ്യത്തേത് അവാമിറാണ്. ഈ അംറുകളിൽ, കൽപ്പനകളിൽ ഒന്ന് ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ആ ഒന്നാമത്തെ കൽപ്പന നിറവേറുന്നവന്റെ പേരാണ് മുഅ്മിൻ. അതാണ് ആദ്യം ആവേണ്ടത്. ആദ്യത്തെ നഹിയോ ഫലാ തജഅലൂ ലില്ലാഹി അദ്ദാദൻ വഅൻതും തഅലമൂൻ. ആ ആയത്തിൽ അല്ലാഹു അവസാനിപ്പിക്കുന്നത് പറഞ്ഞില്ല, ഫലാ തജഅലൂ ലില്ലാഹി അദ്ദാദ, നിങ്ങൾ അല്ലാഹുവിന് പകരക്കാരെ ഉണ്ടാക്കരുത്, നിങ്ങൾ അറിവുള്ളതിനോടൊപ്പം. ആദ്യത്തെ നഹിയതാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം, അഖീദ, തൗഹീദ് എന്താണ്, അതിൽ നിന്ന് പിന്നെ പുറത്തു പോയി പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ സംഗതിയാണ്. ഒരു ദുഃഖ സത്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിൽ മഹാഭൂരിപക്ഷത്തിൽ 100ൽ 99.9 നവാഖിദുൽ ഇസ്ലാം അറിയില്ല. അതൊരു സത്യമാണ്. വുദു മുറിയുന്ന കാര്യങ്ങൾ അറിയാം, കാരണം പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടുണ്ട്. നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ അറിയാം, കാരണം പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട സക്കാത്ത്, ഹജ്ജ്, നോമ്പ് ഇതെല്ലാം എപ്പോഴാ ബാത്തിലാവുക, എന്ത് ചെയ്താലാ നഷ്ടപ്പെട്ടു പോവുക, കൂലി നഷ്ടപ്പെട്ടു പോവുക, എന്താണ് ചെയ്യാണ്ട് ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ കബൂലാവാൻ, ഇതെല്ലാം നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ചതാണ്. പക്ഷെ
ഒന്നാമത്തെ ഷഹാദ അല്ലാഹുവിന് കൊടുത്ത കരാറ് അത് പൊട്ടിപ്പോകൽ എന്ത് ചെയ്താലാണ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാതിരുന്നത് എന്തിനാണെന്നറിയോ? കാരണങ്ങൾ ഉണ്ടാവാൻ, ദർഗകൾ ഉണ്ടാവാൻ, ആൾദൈവങ്ങൾ ഉണ്ടാവാൻ, ഇപ്പൊ മായാവികതകളും ഡിങ്കറുകളും പറഞ്ഞ് ആൾക്കാരെ പൊട്ടീസാക്കുന്ന ഈ പറയപ്പെട്ട പുരോഹിതന്മാരുണ്ടാവാൻ മനഃപൂർവ്വം ആ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചതാണ്. നിസ്കാരം പാത്തിലാവുന്ന കാര്യം എന്തുകൊണ്ടായിരിക്കും മുമ്പിൽ ഭയങ്കരമായി ശ്രദ്ധിക്കുന്നത്? നിസ്കാരം പാത്തിലാവുന്ന കാര്യത്തിന് ഭയങ്കര ഗൗരവത്തിന് എന്തുകൊണ്ടായിരിക്കും സത്യവിശ്വാസികൾ ശ്രദ്ധിക്കുന്നത്? നിസ്കാരം എന്ന അമലിന്റെ പ്രാധാന്യം അറിയുന്നതിനെ കൊണ്ടാണ്. ഇത് വന്നാൽ ആ നിസ്കാരം പാത്തിലായി പോകും. എന്നാൽ അതിനേക്കാൾ ശക്തമായി മുസ്ലിം ഉമ്മത്ത് ഗൗരവത്തിൽ കാണാതിരുന്നത് ഇത് വന്നാൽ നമ്മുടെ തൗഹീദ് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ആ ചിന്തയില്ല, ആ വർത്താനില്ല, അതിനെപ്പറ്റി ചർച്ചയില്ല. മനഃപൂർവ്വം നമുക്കിടയിൽ നിന്നും ആ ഇൽമിനെ ഒളിപ്പിച്ചു വെച്ചതാണ്. അവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അൽ അവ്വലു, ഒന്നാമത്തെ സംഗതി, ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോകുന്ന, ഒരാളുടെ ഷഹാദത്ത് ബാത്തിലാവുന്ന ആ അവസ്ഥയിൽ എങ്ങാനും അയാൾ മരണപ്പെട്ടാൽ കാലാകാലത്തേക്ക് നരകത്തിലേക്കുള്ള തീക്കൊള്ളിയായി മാറുന്ന 10 കാര്യങ്ങളിൽ ഒന്ന് അശ്ശിർകു ഫീ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, ഏകനായ ഒരു പങ്കുകാരനുമില്ലാത്ത അല്ലാഹുവിനുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കലാകുന്നു. ശിർക്ക് ചെയ്ത ഒരുത്തൻ അവനെ മുസ്ലിമായി പരിഗണിക്കപ്പെടുകയേ. വുളൂ ചെയ്ത് വന്നിട്ട് ഒരുത്തിന് ഗ്യാസ് പോയി, അത് നമ്മളെല്ലാരും കേട്ടു. എന്നിട്ട് പോകാൻ വന്നിട്ട് കൈകെട്ടാൻ വേണ്ടി പോവാ. നമ്മളെന്താ ചെയ്യാ? എന്തുമായി നിസ്കരിക്കുന്നത്? എന്റെ ഒന്നും കൊടുത്തില്ല, ഗ്യാസ് പഠിച്ചില്ലേ? നമ്മളെല്ലാരും തടയും. കാരണം നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് വുദൂ. നിസ്കാരത്തിന്റെ താക്കോലാണ് വുദൂ. അത് പോയതിന് പിന്നെ നിസ്കാരമില്ല. എന്നാൽ പച്ചക്ക് ശിർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ പിന്നെയും ഇസ്ലാമിന്റെ ചങ്ങലയിൽ തന്നെ കെട്ടാൻ വേണ്ടിട്ട് പെടാപാടുപെടുകയാണ്. അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് ചിങ്ങനോടെ ഇസ്ലാം ഒന്ന് പുറത്തു പോയി എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ വിളിച്ച് ദുആ ചെയ്യുന്ന ഒരാൾ. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദാത്തിന് നിരക്കാത്ത തരത്തിൽ അല്ലാഹുവിനെ കൊച്ചാക്കുന്ന വർത്തമാനം പറയുന്ന ഒരാൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിനേക്കാളും വലുതാക്കി പറയുന്ന ആൾക്കാരൊക്കെ. അതുമല്ലെങ്കിൽ നമ്മളെ പോലെ ജീവിച്ച് മരിച്ചു പോയ ഒരു സാധാ സീതാ മനുഷ്യൻ അല്ലാഹുവിന്റെ സമഉം അല്ലാഹുവിന്റെ കാഴ്ചയും അല്ലാഹുവിന്റെ കേൾവിയും ഒക്കെ പോലെയുള്ള കേൾവിയും കാഴ്ചയും ഉള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാള്. അയാളോട് നമ്മൾ നേരത്തെ ഗ്യാസ് കൊടുത്ത് നിസ്കരിക്കാൻ വന്നവരോട് പറഞ്ഞ പോലെ പറയുന്നില്ല. ശിർക്ക് ചെയ്തവർ, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പരിധിയിൽ പെടാത്തവരാണ്. എന്താ ഇതിന്റെ തെളിവ്? അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല, അൻ യുശ്റക ബിഹി, അവനോട് പങ്കു ചേർക്കപ്പെടുന്നത്, വയഗ്ഫിറു, എന്നാൽ അവൻ പൊറുക്കും, മാ ദൂന ദാലിക, അതല്ലാത്ത തെറ്റുകൾ, ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ശിർക്ക് ഒരിക്കലും പൊറുക്കാത്ത പാപം. രണ്ടാമത്തെ തെളിവ് അല്ലാഹു പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ, പങ്കു ചേർത്താൽ, ഫഖദ് ഹറമ അല്ലാഹു അലൈഹി അൽ ജന്ന, തീർച്ചയായും അല്ലാഹു സ്വർഗ്ഗം അവന് നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹു അന്നാർ, അവന്റെ അഭയസ്ഥാനം നരകമാകുന്നു. അക്രമകാരികൾക്ക് സഹായം നൽകപ്പെടുകയില്ല. ഈ രണ്ടായത്താണ് ശിർക്ക് ചെയ്യുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നതിന്റെ തെളിവ്. അതിന്റെ വിശദീകരണം പറയും. പറയാണ്,
വമിൻഹു ആ ശിർക്കിൽപ്പെട്ടതാണ് ഏത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന ശിർക്കിൽപ്പെട്ടതാണ് അദ്ദബഹു ലിഗൈരില്ലാഹ് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ബലികർമ്മം. ഏതുപോലെ കമൻ ഒരാളെ പോലെ യദ്ബഹു ലിൽജിന്നി ഔ ലിൽഖബ്രി ജിന്നിനു വേണ്ടിയോ അതല്ലെങ്കിൽ ഖബറടക്കപ്പെട്ടിരിക്കുന്ന ഖബറാളിക്ക് വേണ്ടിയോ അറുക്കുന്നവനെ പോലെ അതും ശിർക്കിൽപ്പെട്ടതാണ്. അതിന്റെ വിശദീകരണം നോക്കിക്കോ. ഒന്ന്, ശൈഖ് റഹ്മഹുല്ലാഹു തആല ശിർക്കിനെ ഒന്നാമതായിട്ട് എണ്ണാനുള്ള ഒരു കാരണം لأن الشرك أعظم الذنوب على الإطلاق ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തരത്തിൽ ഉറപ്പിക്കപ്പെട്ട സംഗതിയാണ് തെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭയങ്കരമായ തെറ്റ് ശിർക്ക്. ഏറ്റവും അപകടകരമായ തെറ്റ് ശിർക്ക്. പക്ഷെ ഇന്നതിനെ നമ്മൾ തെറ്റായിട്ട് കാണുന്നതിന് വിചാരത്തെ ഭയങ്കര തെറ്റായിട്ട് കാണുന്ന മനുഷ്യന്മാർ, പലിശയെ ഭയങ്കര തെറ്റായിട്ട് കാണുന്ന ആൾക്കാർ, കള്ളുകുടിയെ ഭയങ്കര തെറ്റായിട്ട് കാണുന്ന ആൾക്കാർ. നല്ല തെറ്റല്ലേ? തെറ്റല്ല എന്നല്ല. ശിർക്കിനെ കാണുന്നതോ വിലായത്തിന്റെ പദവിയായിട്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കാണുന്നത് ഒരാളുടെ ദീനിന്റെ ആത്മീയതയുടെ പരമോന്നത സ്ഥാനമായിട്ടാണ്. നേരെ ഉൾട്ട തെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭയങ്കരമായ തെറ്റ് ശിർക്കാണ്. ഹൈസു ഇന്നഹു അദ്ദബ്ബുൽ വഹീദുൽ ലദീ നഫല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറതഹു ഞാൻ പൊറുക്കൂല എന്ന് അല്ലാഹു ഏതെങ്കിലും ഒരു തെറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശിർക്കിനെ പറ്റി മാത്രമാണ്. അത് ശിർക്കിനെ പറ്റി മാത്രം. ബാക്കി എന്ത് തെറ്റും അല്ലാഹു പുറത്തു എന്ന് പറഞ്ഞാൽ തൗബയില്ലാതെ മരിച്ചാൽ തന്നെ പ്രത്യേകം മനസ്സിലാക്കണം. തൗബയോട് കൂടി ശിർക്ക് ചെയ്തവൻ മരിച്ചാലും അല്ലാഹു പുറത്തു. ശിർക്കിനും തൗബയുണ്ട്. എന്നാൽ ഇവിടെ പുറത്തു കൊടുക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരാള് മുവഹിദാണ്, തൗഹീദിന്റെ വക്താവാണ്, അയാൾക്ക് ശിർക്കില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹുവിന് കൊടുത്ത കരാർ 100% പൂർത്തിയാക്കി ജീവിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ മാനുഷികമായ ബലഹീനതകൾ കാരണത്താൽ അയാൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ കണ്ടുപിടിക്കുന്നുണ്ടാവും, വിജയിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ മുവഹിദാണ്, തൗഹീദിന് പോറലില്ല. അതിനയാള് കൃത്യമായി സംരക്ഷിച്ച് മുന്നോട്ട് പോകും. അയാൾ തൗബ ചെയ്യാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് മരിച്ചു. ചിലപ്പോൾ അവന്റെ തൗഹീദ് പരിഗണിച്ച് അല്ലാഹു അത് മാപ്പ് ചെയ്ത് കൊടുത്തേക്കാം. മുവഹിദാണെങ്കിൽ അവിടെ തൗഹീദ് കിട്ടുക എന്നുള്ളതൊരു നിസ്സാര സംഗതിയല്ല. ആദർശം മനസ്സിലാവുക, അത് മുറുകെ പിടിക്കുക, അതിന് എന്തും സഹിച്ച് കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണ്. ഈ പറയപ്പെട്ട പാപങ്ങൾ ചെയ്തിട്ട് തൗബയില്ലാതെയാണ് മരിച്ചതെങ്കിലും മുവഹിദീങ്ങളുടെ കൂട്ടത്തിലുള്ള പാപികൾ അല്ലാഹു അവർക്ക് ചിലപ്പം ഒന്നുമില്ലാണ്ട് നിരുപാധികം മാപ്പ് കൊടുത്തേക്കാം. എന്നാല് എല്ലാ നന്മയും ചെയ്യുന്ന ആളാണ്, ശിർക്ക് ചെയ്തു പോയി, നൂല് കെട്ടി, ഉറുക്ക് കെട്ടി, ഏലസ് കെട്ടി, തെങ്ങന്മാരെ ചെന്ന് കാണാൻ തുടങ്ങി, ജാറത്ത് പോയിട്ട് ബലരവം നടത്താൻ തുടങ്ങി, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ മരിക്കുന്നതിന്റെ ഒരു 2 സെക്കൻഡ് മുമ്പ് അയാൾക്ക് തെറ്റ് ബോധ്യപ്പെട്ടിട്ട് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ ശിർക്ക് ചെയ്തു, എനിക്ക് മാപ്പാക്കി തരണം. എന്നിട്ട് മരിച്ചു. അയാൾക്ക് മഗ്ഫിറത്ത് ഉണ്ട്, കാരണം അയാൾ തൗബ ചെയ്തു. അപ്പൊ തൗബ ശിർക്കിലേക്ക് മാപ്പാക്കി. എന്നാൽ തൗബ ഇല്ലെങ്കിലും ശിർക്കല്ലാത്ത തെറ്റുകൾ മാപ്പാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ശിർക്ക് അല്ലാഹു തൗബ ഇല്ലാതെ ഒരു കാരണവശാലും മാപ്പ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം അത്രയുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തേതായി ശൈഖുൽ ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ശിർക്ക് എന്ന് പറയാനുള്ള കാരണം. മാത്രമല്ല കമാ അന്നഹു യുഹീതുൽ അഅമാല സ്സാലിഹത ജമീഅൻ, ഈ ശിർക്ക് എന്ന് പറയുന്ന സംഗതി ഒരടിമ അവന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സാലിഹായ അമലുകളെ മുഴുവനും നശിപ്പിച്ചു.
എല്ലാം നശിപ്പിക്കും. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك. ഒന്നിനും ഒരു പുണ്യവുമില്ല. ഈ പ്രാവശ്യം പോയപ്പോ ഒരു ടീം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ എന്തിനാ ഈ ശിർക്ക് തൗഹീദ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും ചോദിക്കും. എന്തിനാ എപ്പോഴും ഇങ്ങനെ തൗഹീദ് 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 ശിർക്ക് ശിർക്ക് ശിർക്ക്? അതിന്റെ കാരണം ഞാൻ പറയാൻ പറയാം. ജനങ്ങൾ എത്രത്തോളം മതപ്പതിച്ച് വെറും ചണ്ടികളായിട്ടുണ്ട്. പുരോഹിതന്മാര് എത്രത്തോളം സാധാരണക്കാരെ ചതിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് എന്നറിയാൻ പറ്റും. മക്കത്ത് 10 ദിവസം താമസിച്ചു. തൗഹീദിന്റെ കേന്ദ്രത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട താരീഖിന്റെ ഉറവിടങ്ങളിലെല്ലാം പോയി അതെല്ലാം നേർക്കുമേലെ കണ്ണോണ്ട് കണ്ട് അവിടെയുള്ള തൗഹീദിന്റെ ചരിത്രങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് ബാക്കി 3 ദിവസം മദീനയിൽ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ അവിടെ നിന്നും അവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഉഹദിൽ പോയി, അതുപോലെ ഖന്ദഖിൽ പോയി, പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ചെയ്ത സ്ഥലങ്ങളൊക്കെ കണ്ട്. എന്നിട്ടും 1-2 പറഞ്ഞു അത്രേ ഇവിടെന്നും വന്നിട്ടൊരു റാഹത്ത് കിട്ടുന്നില്ല. അല്ല കിട്ടണമെങ്കിൽ നാട്ടിൽ പോയിട്ട് ജാറത്തിൽ തന്നെ പോകണം. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. ഇപ്പൊ കൈലാശത്തിൽ കൂടെ വന്ന മനുഷ്യന്മാർ പറഞ്ഞു 2 പെണ്ണുങ്ങൾ ഇവിടെന്നും വന്നിട്ട് ഒരു റാഹത്തുമില്ല. റാഹത്ത് കിട്ടണമെങ്കിൽ നാട്ടിൽ പോയിട്ട് ജാറത്തിൽ തന്നെ പോകണം, ദർഗയിൽ തന്നെ പോകണം. അതാണ് മുസ്ലിം എന്ന് പറയപ്പെടുന്നവല്ല. മുസ്ലിം അല്ലാട്ടോ. ഞാൻ പറഞ്ഞു നേർക്ക് നേരെ പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്ത് ഷഹാദയിലേക്ക് തിരിച്ചു വരുന്നില്ലെങ്കിൽ ഈ ഉംറയും കൊണ്ട് നേരെ നരകത്തിലേക്ക് പോവാം. നേർക്ക് നേരെ നരകത്തിലേക്ക് പോവാം. കാരണം നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് നിങ്ങളെ ഷഹാദത്തിനെ ബാത്തിലാക്കുന്ന വാർത്തയാണ്. നിങ്ങൾ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റൂല. എന്നോട് ഭയങ്കര ദേഷ്യം. നിങ്ങൾ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റൂല. കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒന്നാമത്തെ സംഗതിയാണ് അശ്ശിർക്കു ഫീ ഇബാദത്തില്ലാഹി തആല. നിങ്ങൾ ഈ ചെയ്ത ഉംറ, ഇവിടെ ചെയ്ത സദഖ, ഇവിടെ ഓതിയ ഖുർആൻ, ഇവിടെ ചെയ്ത ദിക്ർ, തസ്ബീഹ്, സ്വലാത്ത്, ദുആ, ഇത് മുഴുവൻ ലയഹ്ബതന്ന അമലു ഓടിച്ചത് ഒരു ഉപകാരമില്ല. ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെ ശൈത്താൻ അമൽ ചെയ്യാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ സലഫികൾ എന്ത് മുന്താ ചെയ്യുന്നുള്ളത്, ഇബാദത്തന്നെ കാണുക അവരെ നോക്കുന്നത് ശരിയല്ല. പള്ളിയിലെ പരിപാടി, ഈ പരിപാടി, അങ്ങനെ നിസ്കാരം, മസറാത്ത്, അതിക്കറ്, അത് ഇത് ശൈത്താനാണൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടല്ലോ അവരെ ചെയ്യുന്നതൊന്നും എന്താവുന്നില്ല, അമലായിട്ട് അള്ളാഹ് എത്തുന്നില്ല. അമലാവാൻ എന്താണോ വേണ്ടത് അതവിടെ ഇല്ല. ശൈത്താനാണ് ജോലിയില്ല. ശൈത്താന്റെ ജോലി സലഫി പള്ളിയില്ല, പിശാചിന്റെ ജോലി പള്ളിയിലാണ്. കാരണം ഇവിടെ പേരുണ്ട്, അസ്വരുണ്ട്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കാൻ ശൈത്താൻ ശ്രമിക്കുക. ബാക്കിയും ചെയ്താൽ എന്ത്, ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ശൈത്താൻ അമലുകളെ മുഴുവനും പൊടിച്ചു കളയുന്ന തെറ്റുണ്ടെങ്കിൽ അത് ശിർക്കാണ്. മാത്രമല്ല ആ ശിർക്ക് ചെയ്ത ഒരുത്തൻ നരകത്തിൽ ശാശ്വതനായിരിക്കും കാലാകാലത്തേക്ക്. കാരണം ബാക്കി എന്ത് തെറ്റും ശിർക്കൊഴിച്ച് ബാക്കി എന്ത് പാപവും അത് വെച്ചുകൊണ്ട് അല്ലാഹു അവനെ ശിക്ഷിച്ചാലും ഒരു ദിവസം അവന് മോചനമുണ്ട് എന്നത് ഉറപ്പാണ്. കാരണം ചില കാര്യങ്ങൾ ചെയ്താൽ അവൻ മുഅ്മിനാവൂല എന്ന് വന്നിട്ടുള്ള ഹദീസുകൾ, ഖുർആനിന്റെ ആയത്തുകൾ ഒരുപാട് കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. നിങ്ങളിൽ ആരും യഥാർത്ഥ വിശ്വാസിയാവില്ല ഏതുവരെ ഞാൻ അവന്റെ സ്വത്തിനേക്കാളും മാതാപിതാക്കളെക്കാളും ആലോകനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ മുഅ്മിനാവില്ല. മുഅ്മിനാണെന്ന് പറഞ്ഞാൽ കാഫിറായി എന്നതിന്റെ അർത്ഥം. അവിടെ ഈമാൻ പൂർണ്ണമാവൂല എന്നതിന്റെ അർത്ഥം. ആ ഈമാനിൽ നഖ്സ് ഉണ്ടാവും, ന്യൂനതയുണ്ടാവും, ഈമാൻ കുറവായിരിക്കുമെന്നതിന്റെ അർത്ഥം. വിശ്വാസം പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരെ നിങ്ങൾ മുഅ്മിനാവൂല എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാതിരുന്ന കാഫിറാവുന്നല്ല. സ്നേഹിക്കാതിരുന്നാൽ ഈമാനിന്റെ കമാലിയത്ത് കുറയും അർത്ഥം.
പക്ഷെ ഈമാനിന്റെ അസ്ല്, അതിന്റെ വേര് പൂർണ്ണമായും ഇല്ലാതാവുന്ന തെറ്റ് അശ്ശിർക്ക് ഫീ ഇബാദത്തില്ലാഹി തആല, ശിർക്ക് ചെയ്യുക. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈമാനേ ഇല്ല. എന്നാൽ അതൊരാൾക്ക് വന്നിട്ടില്ല, എന്നാൽ മറ്റു വേറെ കുറെ പാപങ്ങളുണ്ട്. അയാൾ ചിലപ്പോൾ ആ പാപത്തിന്റെ തോതനുസരിച്ച് നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടാലും ഏതെങ്കിലും ഒരു ദിവസം അയാൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഏതെങ്കിലും ഒരു ദിവസമല്ല, അങ്ങോട്ട് പോവാനേ പാടില്ല. കാരണം നരകത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ആ സ്ഥലം വളരെ മോശമാണ്, നിങ്ങൾക്ക് താങ്ങാനും സഹിക്കാനും സാധിക്കില്ല. പറഞ്ഞു, ആരെങ്കിലും ഒരു ദിവസം 3 പ്രാവശ്യം നരകത്തിൽ നിന്നും കാവൽ തേടിയാൽ നരകം പറയും, അല്ലാഹുവേ നീ അവനെ എന്നിൽ നിന്നും അകറ്റണമേ. രാവിലെ വൈകുന്നേരവും നരകത്തിൽ നിന്ന് കാവൽ തേടണം. നിസ്കാരത്തിൽ തശഹ്ഹുദിന് ശേഷമുള്ള ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാജിബായി പറയാൻ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. നരകം താങ്ങാൻ പറ്റിയ സംഗതിയല്ല. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിന്റെ തീനാളത്തിൽ കൈവെക്കണ്ട. അത് കത്തുന്ന ആ തീന്റെ മുകളിലൊന്ന് കൈവച്ചാൽ തന്നെ 2 സെക്കൻഡ് വെക്കാൻ പറ്റും, പിന്നെ കഴിയില്ല. എത്ര വലിയ ചിമ്മനായാലും, എത്ര വലിയ മനക്കെട്ടുള്ള ആളായാലും അതിന്റെ ചൂടേക്കും, അതിന്റെ 70 ഇരട്ടി ശക്തമായിരിക്കും നരകത്തിന്റെ ഒരു തീനാളത്തിൽ. നമ്മുടെ ശരീരത്തിന് താങ്ങാനുള്ള കഴിവില്ല. അല്ലാഹു കാക്കട്ടെ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ശൈഖ് റഹിമഹുല്ലാഹു തആല ദീനിൽ നിന്ന് പുറത്താവുന്ന, ഇസ്ലാം ബാത്തിലായി പോകുന്ന ഒന്നാമത്തെ സംഗതിയായി ശിർക്കിനെ പറയാനുള്ള കാരണം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായി കാണാം. قال سمعت رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മൻ ലഖിയ അല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ലാ യുശ്രികു ബിഹി ശൈആ, അവനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് നമ്മളുടെ തൗഹീദിനെ, വിശ്വാസത്തെ, ആദർശത്തെ എത്രത്തോളം സംരക്ഷിച്ച് മുറുക്കി പിടിക്കണമെന്നറിയോ? മലക്കുൽ മൗത്ത് വരുന്ന ആ സെക്കൻഡ് വരെ അപ്പൊ അതിനെപ്പറ്റി എത്ര ഫിക്ർ വേണം, അതിനെപ്പറ്റി എത്ര ആലോചന വേണം, അതിനുവേണ്ടി എന്തൊക്കെ മുൻകരുതൽ എടുക്കണം, എത്ര വലിയ സംരക്ഷണ വലയം തീർക്കണം, ഒന്ന് പോലും ഏൽക്കാതിരിക്കാൻ ആദർശത്തിൽ, തൗഹീദിൽ വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ ചിന്ത കൊണ്ടോ എന്തെങ്കിലും ഒരു ന്യൂനത വരാതിരിക്കാൻ. അല്ലാഹുവിനോട് ശൈഅൻ, ഒരു വസ്തുവിനെ പോലും പങ്കു ചേർക്കാത്ത തരത്തിൽ ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന. വമൻ ലഖിയ, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ യുശ്രികു ബിഹി, അവനോട് എന്തിനെയെങ്കിലും പങ്കു ചേർക്കുന്ന അവസ്ഥയിൽ ദഖലൽ നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കും. എത്ര വലിയ തങ്ങളാണെങ്കിലും ശരി. നമ്മളെ തങ്ങളില്ലേ, ഞാൻ ലീഗുകാരെ പറയുന്നല്ലേ, അങ്ങനെ കരുതല്ലേ. തങ്ങളിപ്പോ പുതിയ കവലിൽ കണ്ടില്ലേ, അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. പോട്ടെ, ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ. ഒരിക്കലും, കാരണം എന്താ അറിയുക, തൗഹീദ് നമ്മുടെ നാവിൽ നിന്ന് വരുന്നൊരു വാക്ക് കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം. ഒറ്റ വാക്കിന്റെ കഷ്ണം നഷ്ടപ്പെട്ടേക്കാം. മറ്റേ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കള്ളത്തങ്ങൾ. ഏതാ കള്ളത്തങ്ങൾ? എന്താണ് പേര്? ആറ്റക്കോല. അയാളെ പരിപാടിന്റെ പേരെന്തുകൊണ്ടല്ലോ, നൂറ ഹബീബ്. അതായത് നമ്മളൊക്കെ എന്ത് ചെയ്യാം, പൈസ കൊടുക്കുമ്പോൾ അല്ലാഹുവിനെ മനസ്സിൽ കരുതുക, ഹിന്ദുക്കൾ ആരും കരുതുക, ഗുരുവായൂരപ്പനെ കരുതുക എന്ന് പറഞ്ഞാൽ തങ്ങൾ വിശ്വസിക്കുന്നത് ഹിന്ദുക്കൾ കൊടുക്കുന്ന കാലം ഗുരുവായൂരപ്പനാണ്. ആ സെക്കൻഡിൽ ആ തങ്ങൾ ഔട്ടായി, തങ്ങൾ ക്ലീൻ ബോൾഡായി.
അയാളെ വിശ്വാസമാണ് പറഞ്ഞത്. എന്തൊക്കെ കൊടുക്കുന്നത് ഗുരുവായൂരപ്പ, മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാണ്. സംഗതിയല്ല വിശ്വാസം. പോയാ പോയി, പോയാൽ എന്താ അർത്ഥം അറിയോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറഞ്ഞ വാക്യം കൃത്യമാണ്. ശിർക്കിന്റെ സൂറത്തുൽ ഹജ്ജിന്റെ ലാസ്റ്റ് വാക്യം പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് ദുരിബ മസലൻ ഫസ്തമിഊ ലഹു, ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഉപമ പറഞ്ഞുതരാം. ഫസ്തമിഊ ലഹു, നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ലൻ യഖ്ലുഖൂ ദുബാബ, അവർ ഒരു ഈച്ചനെ പോലും തീർച്ചയായും പറക്കൂല. ഇനിയോ വയസ്ലുബുഹു ദുബാബ വലം ഇജ്തമഉ ലഹു, എനിക്ക് പുറമെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കട്ടെ, അവർക്ക് എന്നാൽ സാധ്യമല്ല ഈച്ചനെ പറക്കാൻ. ഇനിയോ വയസ്ലുബുഹു ദുബാബു ശൈഅ, നിങ്ങൾ പോയിട്ട് അതിന്റെ മുന്നിൽ അർപ്പിക്കുന്ന ദ്രവ്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഈച്ച പോയിട്ട് ഇരുന്നാൽ അതിനൊന്ന് മാറ്റാൻ പോലും ആ ദൈവങ്ങൾക്ക് പറ്റൂല. തേടിയവനും തേടപ്പെട്ടവരും ഒരുപോലെ ബലഹീനം തന്നെ. അങ്ങനെ ബലഹീനമായതിന്റെ അടുത്ത് പോയിട്ട് തേടാൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താ അറിയോ? നിങ്ങൾ അല്ലാഹുവിനെ വില കൽപ്പിക്കേണ്ട പോലെ വില കൽപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അല്ലാഹുവിനെ അറിയില്ല. ശരിയല്ലേ? 4 മണിക്കൂർ പ്രസംഗിച്ചാലും അതിൽ എത്രത്തോളം അല്ലാഹുവിനെ വിശേഷിപ്പിച്ചു പറയും. വാർത്തം എന്ന് പറയുന്ന മനുഷ്യന് കുറച്ചെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ തീർത്തും പോയി. പക്കാ ശിർക്കിനാണ് അയാൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കണേ. തന്ന ഹിദായത്തിൽ അല്ലാഹു നമുക്ക് ഇസ്ലാമത്തെ നസീബാക്കി തന്നു. പക്കാ ശിർക്ക്. അതായത് ഏതോ ഉപ്പാപ്പാന്റെ ഉറൂസിൽ പോയിട്ട് പ്രസംഗിക്കാണ്. ഉപ്പാപ്പാനെ തൃപ്തിപ്പെടുത്തണം എന്ന് പറയാൻ പൈസ കൊടുത്തിട്ട് ഉപ്പാപ്പാനെ തൃപ്തിപ്പെടുത്താൻ. ഉപ്പാപ്പ കാണുന്നുണ്ട്, ഉപ്പാപ്പ കേൾക്കുന്നുണ്ട്. ഏത് ഉപ്പാപ്പ? ഉപ്പാപ്പ കാണുന്നു കേൾക്കുന്നുണ്ടാവും. ഈ മരിച്ച ഉപ്പാപ്പ ഇങ്ങനെ കാണും കേൾക്കും ചെയ്യാൻ. അയാള് കേരളത്തിലെ വലിയ പ്രഭാഷകനാണ്. ആനിമല്ല, ആനിമ നമ്മൾ പറയൂല, വലിയ പ്രഭാഷകൻ. ജനങ്ങൾക്ക് തീ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരുത്തരാണ്. അയാളുടെ ഒരു വർത്താനം പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ, ഒരു വാചകം പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ. എത്ര തൗഹീദിന്റെ പ്രബോധകൻ, തൗഹീദിന്റെ റസൂൽ ദുആ ചെയ്യാ, اللهم إني أعوذ بك من أن أشرك بك شيئا أعلمه وأستغفرك لما لا أعلمه. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ശിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അറിയാൻ ഞാൻ ചെയ്തു പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. സുഖമായിട്ട് ശിർക്ക് ചെയ്യുന്നവര് അറിയാണ്ട് പോലും വന്നു പോകരുത്. അത്ര ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കൊള്ളണം. പക്ഷെ ഇല്ല, ആ ശ്രദ്ധ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ടാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ നരകത്തിന്റെ അവകാശിയാണ്. ഇന്നാണ് ശിർക്കിലേക്ക് മരിച്ചു, ഇന്നാണ് മുശ്രിക്കായിട്ട് മരിച്ചു എന്ന് പറയാൻ നമ്മൾ അർഹരല്ല. നമ്മളങ്ങനെ പറയുന്നില്ല. എന്നാൽ ഒരുത്തൻ ദീനുൽ ഇസ്ലാമിൽ ശിർക്കായി പരിഗണിക്കപ്പെട്ട എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടാണ് മരിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോകാൻ പാടില്ല. അത് ഇത്ര വലിയ തങ്ങളോ കോജയോ ഷെയ്ഖോ ആരുമായിക്കോട്ടെ, ഇത്ര വലിയ നേതാവായിക്കോട്ടെ, അവനെ വെയിറ്റ് ചെയ്തു. കാരണം അവൻ ശിർക്കിനായി മരിച്ചവരാണ്, നരകത്തിലേക്ക് പോകാൻ പോയവരാണ്. ഇത് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല. പറ്റൂല, ഉമ്മയും ആയാലും പറ്റൂല. അവർ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി. അസ്ഹാബ് ചോദിച്ചില്ല, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ന അബീ, നബിയേ എൻ്റെ ഉപ്പ എവിടെയാണ്? എൻ്റെ ഉപ്പ നരകത്തിലാണ്. അവിടെ പിന്നെ സഹതാപത്തില്ല. അപ്പോഴത്തെ സഹതപിച്ചിട്ട് പിന്നെ ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഒരു ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന അവസരം ഉപ്പ മരിച്ചു നിൽക്കുന്ന നരകത്തിലാണ്. ഈ സഹാബിക്ക് ആകെ ടെൻഷനായി. തിരിച്ചുപോയി, തിരിച്ചു വിളിച്ചു. ഇത് പറഞ്ഞെന്തറിയോ? അബീ വഅബൂക ഫിന്നാർ, എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പയും നരകത്തിലാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. മൻ ലഖിയ അല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. ശിർക്ക് ചെയ്യേണ്ട ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വമൻ ലഖിയഹു യുശ്രികു ബിഹി ശൈഅൻ, ശിർക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടുമുട്ടിയതെങ്കിൽ ദഖലൻ നാർ, നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയും ഉമ്മയും ഫിന്നാർ, നരകത്തിലാണ്. അത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും. പറഞ്ഞു, അവർ മില്ലത്ത് ഇബ്രാഹിം അനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ അവർ മക്കക്കാരുടെ നടപടിക്കനുസരിച്ച് ജീവിച്ചു, അങ്ങനെ തന്നെ മരണപ്പെട്ടു, നരകത്തിലേക്ക് പോവുകയും ചെയ്തു. നബിയുടെ ഉപ്പയും ഉമ്മയും ആയതുകൊണ്ട് സ്വർഗത്തിലാവണം എന്നൊരു നിയമവും ഇസ്ലാമിലില്ല, ദീനിലില്ല. നബിയുടെ ഉപ്പ അതൊന്നുമില്ല. പിന്നല്ലേ നമുക്ക് ഇന്ന് ശൈഖിന്റെ ആളാണ്, ഇന്നാളെ നമ്മളെ ഫോണിലുണ്ട്, ഇന്നാളെ നമ്മളെ നോക്കിക്കോളും. ആ പരിപാടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പന വന്നപ്പോ സഫാ മലയുടെ മുകളിൽ കയറി ഉറക്കെ വിളിച്ചു, യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി ഹാഷിം, എല്ലാ കുടുംബക്കാരെയും വിളിച്ചു. എന്നിട്ട് ചില വ്യക്തികളെ പേരെടുത്ത് വിളിച്ചു. യാ അബ്ബാസ് അബ്ബ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രതിഭ്യനായ അബ്ബാസേ, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ, നിങ്ങളുടെ സഹോദരന്റെ മകനായ ഞാൻ നബിയാണ്, റസൂലാണ് എന്നത് നാളെ അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യൂല. അൻഖിദ് നഫ്സക മിനന്നാർ, നീ നിന്റെ നരകത്തിൽ നിന്ന് സൂക്ഷിച്ചോളൂ. പിന്നെ വിളിച്ചു, യാ സഫിയ്യ അമ്മത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മായിയായ സഫിയ്യ, അൻഖിദി നഫ്സക മിനന്നാർ, നിങ്ങൾ നിങ്ങളുടെ നരകത്തിൽ നിന്ന് കാത്തോളൂ. ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ, ഞാൻ ഒരു ഉപകാരവും ചെയ്യൂല. പിന്നെ വിളിച്ചാലറിയോ, യാ ഫാത്തിമ ബിൻത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളായ ഫാത്തിമ, സലീനി മിൻ മാലി മാ ശിഅ്തി, നിന്റെ വാപ്പാന്റെ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിച്ചോളൂ, ഞാൻ നിനക്ക് തരാം. പക്ഷേ ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ, ആഖിറത്തിൽ ഞാൻ നിനക്ക് ഒരു ഉപകാരവും ചെയ്യൂല. അതുകൊണ്ട് അൻഖിദി നഫ്സക മിനന്നാർ, നീ നിന്റെ നരകത്തിൽ നിന്ന് കാത്തോളൂ. പ്രവാചകന്റെ മോളാണ്, ചോരയാണ്. പക്ഷെ അതിനെ കൊണ്ടൊന്നും കാര്യമില്ല. തൗഹീദുണ്ടോ രക്ഷപ്പെടാം. തൗഹീദിന്റെ എത്ര വലിയ മഞ്ഞനായാലും രക്ഷയില്ല. വളരെ അപ്രയോജനം. ഇവിടെ ഒരു വിഷമം എന്താ വെച്ചാല്, നമ്മളിപ്പോ പറഞ്ഞ പോലെ നാട്ടിലുള്ള ഒരുപാട് പണ്ഡിതന്മാരായിട്ട് അറിയപ്പെടുന്ന ആളുകൾ, അവർക്കൊക്കെ ഇതറിയാം, കിതാബ് ഓതിയവരാണല്ലേ. പണ്ഡിതർസിലോ അറബി കോളേജിലോ ഒക്കെ ആയി കിതാബ് ഓതി പഠിച്ച തൗഹീദ് എന്ത് ശിർക്ക് എന്തെന്ന് അറിയുന്നവരാണ്. അന്ന് പറഞ്ഞ പോലെ ലിമ തൽബിസൂന അൽ ഹഖ ബിൽ ബാതിൽ വതക്തുമൂന അൽ ഹഖ വഅൻതും തഅലമൂൻ, നിങ്ങൾ എന്തിനാ ഹഖും ബാതിലും കൂട്ടിക്കലർത്തുന്നത്? എന്നിട്ട് ഹഖിനെ മറച്ചു വെച്ചിട്ട് ബാതിലിനെ പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ചെയ്യുന്നത്? അറിയാം, പക്ഷെ അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ല, ഹിദായത്ത് ഇല്ല. അറിഞ്ഞതിനെ കൊണ്ട് മാത്രം കാര്യമില്ല, അല്ലാഹു ഹിദായത്ത് കൊടുക്കണം. അതുകൊണ്ട് ഇബ്നുൽ വഹബ് റഹിമഹുല്ലാഹു തആല ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുന്ന ഒന്നാമത്തെ കാര്യം ശിർക്കാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. അത് വന്നു പോയാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അതിന്റെ അർത്ഥം രണ്ടെണ്ണമാണ്. ഒന്ന് നസീബ്, ഓഹരി, അല്ലെങ്കിൽ ശരീക്ക്, പങ്കാളി. ഇതാണ് ശിർക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഓഹരി എന്ന് പറഞ്ഞാൽ ഒരു അടിമ അവന്റെ ഉടമക്ക് കൊടുക്കേണ്ട കാര്യങ്ങളിൽ നിന്നുള്ള ഓഹരി വേറൊരാൾക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരടിമ ആർക്കാണോ കൊടുക്കേണ്ടത് അവന് വേറൊരു പങ്കാളിയെ ഉണ്ടാക്കുക. ഇതാണ് ശിർക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ശിർക്ക് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് അശ്ശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക്. അതിന് പല നിർവചനങ്ങളുമുണ്ട്. ശിർക്കുൽ അക്ബറിന്റെ നിർവചനം പറഞ്ഞാൽ പലതുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും മനോഹരമായ, സാധാരണക്കാർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുന്ന ശിർക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ നിർവചനം തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹി
ഫീമാ ഹുവ മിൻ ഖസാഇസില്ലാ. തസ്വിയത്തു സമമാക്കലാണ്, ഒരുപോലെയാക്കലാണ്. ഗൈരില്ലാഹി അല്ലാഹു അല്ലാത്ത ഒരുത്തനെ ആരോട് സമമാക്കലാണ്? ബില്ലാഹി അല്ലാഹുവിനോട്. ഫീമ ഒരു കാര്യത്തിൽ, ഹുവ ആ കാര്യം, മിൻ ഖസാഇസില്ലാ അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകമായ കാര്യമാണ്. അതിൽ അല്ലാഹു അല്ലാത്തൊരുത്തനെ അല്ലാഹുവിനോട് സമമാക്കുന്നതിന്റെ പേരാണ് ശിർക്ക്. ഉദാഹരണം പറയാം. അല്ലാഹുവിന്റെ കേൾവി. അല്ലാഹു മാത്രമല്ല കേൾവിയുള്ളത്, നമുക്കുണ്ട്, നമ്മളും കേൾക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അല്ലാഹുവിന്റെ കേൾവി അവന്റെ ഖസാഇസിൽപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെയുള്ള ഒരു 10-20 ആൾക്കാർ, നിങ്ങളെല്ലാരും കൂടെ വ്യത്യസ്ത വിഷയം എന്നോട് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തിരിയില്ല. എല്ലാരും വേണ്ട, രണ്ടാൾ ഒരുമിച്ച് പറഞ്ഞാൽ തന്നെ ഞാൻ എന്താ പറയാ, ഓരോരുത്തരായിട്ട് പറയും. കാരണം എനിക്ക് മനസ്സിലാവില്ല. കാരണം എന്റെ സമഅ്, അടിമയുടെ സമഅ് മുഹദ്ദദ, പരിധി നിശ്ചയിക്കപ്പെട്ട സമഅ്, കേൾവിയാണ്. എല്ലാവരും പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഖാസ്സായ സമഅ് എന്ന് പറഞ്ഞാൽ കോടാനുകോടി വരുന്ന അടിമകൾ. അതില് മലയാളീസ് ഉണ്ട്, തമിഴന്മാരുണ്ട്, ഹിന്ദിക്കാരുണ്ട്, ഉറുദുക്കാരുണ്ട്, തെലുങ്കന്മാരുണ്ട്, കന്നഡക്കാരുണ്ട്, പിന്നെ ഇംഗ്ലീഷുകാരുണ്ട്, അറബികളുണ്ട്, അങ്ങനെ പല 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 ഭാഷക്കാരുണ്ട്. ഒരേ നാട്ടിൽ തന്നെ വ്യത്യസ്ത രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ. ഇവരെല്ലാരും കൂടി ഒരേ സമയത്ത് കോടിക്കണക്കിന് വിഷയങ്ങൾ പറഞ്ഞാലും ഓരോന്നും ഓരോന്നും കേൾക്കാൻ കഴിവുള്ളവരാണ് സമീഅായ റബ്ബ്. അത് അല്ലാഹുവിന്റെ ഖസായിസാണ്. അല്ലാഹുവിന്റെ ഖസായിസായ സമഅാണ് ഈ പറഞ്ഞ കേൾവി. എന്നാൽ ഒരാള് ഇപ്പം കാട്ടാൻ വേണ്ടി വിളിച്ചു, എന്ത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ബിൽദാ വനജ്ജിനി മിൻ ലതാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹ്യിദ്ദീനി. പിന്നെ بصر فؤادي صراطا أنت سالكه والله أعطاكه وأنت مالكه. إذا أرتضي അല്ലെങ്കിൽ എന്തിന്റെ അർത്ഥം ഇങ്ങനെ പാടുക, പിന്നെ മേച്ചോറും പിന്നെ പോത്തിറച്ചി നെയ്പത്തിന് കിട്ടിയാൽ വാങ്ങിട്ട് പോവാ, തിന്നാ പറഞ്ഞ കലാസ്. 2 മണി വരെ പാടും, 4 മണിയാകുമ്പോൾ തിന്നു കഴിയും, 4:30 ഉറങ്ങും, പിന്നെ 10 മണിക്ക് കഴിയും. പറ്റില്ല. അതാണ് പൊതുവേ ഉള്ള ഒരു ആദത്ത് മനുഷ്യന്മാർ. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഈ പറഞ്ഞു വെച്ചാൽ തീരെന്ന് പറഞ്ഞാൽ എന്തോ ആയിട്ട് ആരോ പറഞ്ഞു കൊടുത്തു, അതിങ്ങനെ പോവാ. അതിൽ നിന്ന് വ്യത്യസ്തരാണ് സെൽഫികൾ. അതുകൊണ്ട് അവർ പ്രത്യേകം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് വ്യത്യസ്തരാണ്. എന്റെ നേതാവും എന്റെ സഹായിയും ഒക്കെ ആയിട്ടുള്ളവരെ, കുല്ലി വഹീറൻ, നിങ്ങൾ എനിക്കൊരു സഹായിയാവണം, അലൽ അഅദാഇ, ശത്രുക്കൾക്കെതിരെ, ബിൽ മദദി, എന്നെ സഹായിച്ചുകൊണ്ട്. ഒരു ശേഖരം വിളിക്കുകയാണ്. കാട്ടാമ്പള്ളിയിൽ നിന്ന് ഭർത്താവ് വിളിച്ചു, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഭർത്താവ് വിളിച്ചു, ഉത്തരേന്ത്യയിൽ നിന്ന് ഭർത്താവ് വിളിച്ചു, കർണാടകത്തിൽ നിന്ന് ഭർത്താവ് വിളിച്ചു. 40 ആൾ. ഈ 40 ആളുകളെയും ഉദ്ദേശിച്ച് ഒരേ സമയത്ത് വ്യത്യസ്ത ഭാഷകളിൽ കേൾക്കുമോ? നമ്മൾ പറയും കേൾക്കൂല, പക്ഷേ ഈ വിളിക്കുന്നവർ എന്താ പറയാ, കേൾക്കും. അവരെന്ത് ചെയ്തു? തസ്വിയത്തു ഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്തൊരുത്തനെ സമമാക്കി. ബില്ലാഹി, അല്ലാഹുവിനോട്. ഫീമാ ഹുവ മിൻ ഖസായിസില്ലാഹ്, അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ ഒരു കാര്യത്തിൽ. ഓന്റെ പേരാണ് മുശ്രിക്ക്. ഇവിടെ എഴുതിയിട്ട് മുശ്രിക്ക് ഒട്ടിച്ച് കണക്കൊന്നും വേണ്ട. അല്ലാത്തൊരാളെ വലിയ ശേഖരനെ, വലിയ ശേഖരൻ കുറ്റക്കാരനല്ല കേട്ടോ, വലിയ ശേഖരനെ ഈ വിളിച്ചവൻ തസ്വിയത്ത് ചെയ്തു, സമമാക്കി. ആരോട്? അല്ലാഹുവിനോട്. ഏത് കാര്യത്തിൽ? അല്ലാഹുവിനെ പോലെ കേൾക്കുന്നു എന്ന കാര്യത്തിൽ. മുശ്രിക്ക് അതാണ് ശിർക്കുൽ അക്ബർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക്. തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹി ഫീമാ ഹുവ മിൻ ഖസായിസില്ലാഹ്. അതുകൊണ്ട് അദ്ദേഹം അഹ്സനു തആരീഫ്, ഏറ്റവും നല്ല നിർവചനം എന്ന് പറഞ്ഞിട്ട് ആ നിർവചനം പറയാനുള്ള കാരണം അല്ലാഹു പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ,
തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. സൂറത്ത് അശ്ശുഅറാഇന്റെ 97-98 ആയത്തുകൾ. അതായത് നരകത്തിൽ പോയ ആളുകൾ പറയും തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അല്ലാഹുവാണ് സത്യം, നമ്മൾ വലിയ വ്യക്തമായ വഴികളിലായിരിക്കുന്നു. ഇത് എന്താ കാരണം വഴികളിലാവാൻ? നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, നിങ്ങളെ അഥവാ അവൻ ആരെയാണോ വിളിച്ചത് അവരെ നമ്മൾ റബ്ബുൽ ആലമീനോട് തസ്വിയത്ത് ചെയ്തു, സമമാക്കി പോയി. അക്കാരണത്താൽ നമ്മൾ വഴികളിലാക്കിയിരിക്കുന്നു. എങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരെന്ന് പറയുന്ന ഒരാള് പറയാം ഷിയാക്കൾ അല്ലാഹു അല്ലാത്ത ചില മായാവി കഥകളൊക്കെ കേട്ടാൽ ശരിക്കും പക്ക മക്കത്തെ അബൂജഹലൊക്കെ വന്നിട്ട് ചിലപ്പോൾ സലാം പറയും. അവർക്ക് അമ്മാതിരി കഥകൾ പറയുന്നുണ്ട്. അല്ലാഹു അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖാസ്സായ പല സിഫത്തുകളിലും അല്ലാഹു അല്ലാത്തവരെ ഇവര് തസ്വിയത്ത് ചെയ്യുന്നുണ്ട്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൽമാൻ നിന്നോട് കൽബകൻ എന്നോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുപ്പിയിലുള്ള സാധനത്തെ ക്ലിയറായിട്ട് കാണുന്ന പോലെ എന്ത് ചെയ്യുന്ന പറയുന്നത് നിങ്ങളുടെ കൽബിലുള്ള കാര്യങ്ങൾ കാണുക. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അവൻ അറിയുന്നവനാണ്. ആ അറിവിനോട് ശേഖനെ തസ്വിയത്ത് ചെയ്തു. ഇസ്ലാമെന്ന് പുറത്തായി ചിലപ്പോൾ ഇത്ര വല്ല തലയില്ല. ഇപ്പൊ തലയിലിന്റെ ഉണ്ടെല്ലാം കൂടി ഇത്ര തലയിലുണ്ടാവും, ഇത്ര വലിയ താലിണ്ടാവും, വെള്ളം കന്തൂരുണ്ടാവും, ഇത്ര വലിയ നിസ്കാരങ്ങളുണ്ടാവും. ഒരു കാര്യമില്ല. ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, തസ്വിയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇസ്ലാമിന് പുറത്തായ കാഫിറും മുശ്രിക്കുമാണ്. പറയാൻ ഒരു മടിയും വേണ്ട. കാരണം അത് മടി വന്നാലുള്ള ഹുക്കം എന്താന്ന് അടുത്ത നാക്കത് പറയുമ്പോൾ വരും ശിർക്ക് വന്നോ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്. അല്ലാഹു റബ്ബുൽ ഇസ്സ കാര്യങ്ങൾ മനസ്സിലാക്കി സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി.